ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഇന്ന് ഇത്തിരി ആർഭാടത്തിലൊക്കെ ഒരുങ്ങിയിട്ടാണ് വന്നേക്കണേ. ഇന്ന് നമ്മുടെ കസിൻ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. പക്ഷേ എന്നെ കണ്ടപ്പോൾ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എഴുന്നള്ളാണ് പോലെ ഉണ്ടെന്നാണ് അളിയൻ്റെ കമൻറ്റ്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ താത്ത ഭയങ്കര സിമ്പിളായിട്ടാട്ടോ ഒരുങ്ങിയിട്ടുള്ളത്. കല്യാണ ചെക്കന് ഇന്ന് ഫോട്ടോ എടുക്കലും പിന്നെ പെണ്ണീനിട്ട് കറക്കലൊക്കെ ഉണ്ട് പണി. അപ്പോൾ അന്നേരം കൊണ്ട് നമ്മൾ വേഗം ഫുഡ് അടിക്കാൻ പോയി. അച്ചാർ നല്ല ഇഷ്ടമായതുകൊണ്ട് എല്ലാം വാരിക്കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് അടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പിന്നെയും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലൊക്കെ തന്നെ ഇരുന്ന് പണി. എൻ്റെ താത്താനെ കണ്ട് എൻ്റെ അനിയത്തിയാണെന്നാണ് കേട്ടോ കാണുന്നവരൊക്കെ പെട്ടെന്ന് പറയാറ്. ഓൾക്ക് എൻ്റെ അത്ര പോലും മേക്കപ്പ് ഇടാൻ തീരെ ഇഷ്ടമില്ല. പക്ഷെ മേക്കപ്പ് ഇടാൻ ഇഷ്ടമുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. മനസ്സിലായോ? ആളൊരു തനി ഇൻട്രോവേർട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ പടച്ച് ഞങ്ങൾ പിന്നെയും പുറത്തിറങ്ങിയിട്ടാ. ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഞങ്ങളുടെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്യും. അതേവരക്കും വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടു. അപ്പോഴേക്കും ഞങ്ങൾ വണ്ടി വന്നു കേട്ടോ. പിന്നെ പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ചില്ലായിട്ട് അങ്ങനെ പോയിട്ടോ. കുറച്ചധികം ദൂരം പോകാനുള്ളതുകൊണ്ട് പിന്നെ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് എൻ്റെ പാത്ത് വേഗം സൈഡായിട്ടോ. അങ്ങനെ നമ്മളിതാ ചെക്കൻ്റെ വീട്ടിലേക്ക് വെൽക്കം ഡ്രിങ്ക് നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് ഞാൻ കിട്ടിയ പാടെ വേഗം കുടിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ ഐശുവിൻ്റെ കയ്യിൽ പോയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ഒരു സൺകിസ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ്. അവിടെ നെയ്ച്ചോറ്, പൊറോട്ട, ചപ്പാത്തി, പിന്നെ ചിക്കനും ബീഫ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ ഐറ്റംസ് അല്ലാതെ ഞാൻ കുറേശ്ശായിട്ട് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കേട്ടോ. സംഭവം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അടിയാണ് കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല സലാമത്തായി. ഇവിടെ ചെക്കനും പെണ്ണൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. നമ്മളിവിടെ താഴെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കണം കേട്ടോ. അല്ലാണ്ട് ഇപ്പം എന്താ പണി. പിന്നെ നമ്മൾ ഇതാ ലെമൺ ടീ ഒക്കെ കുടിച്ചതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴിക്ക് വണ്ടി വന്നൊരു റോസാപ്പൂവും കൂടെ പൊക്കിയെടുത്തിട്ടാണ് ഞാൻ പാത്തുവിന് കൊടുത്തു. ഇത്രക്കൊക്കെ വലുതായിട്ടും പണ്ടത്തെ സ്വഭാവത്തിനൊന്നും യാതൊരു മാറ്റമില്ല കേട്ടോ. എൻ്റെ റബ്ബേ. ഇങ്ങോട്ട് വരുമ്പോൾ ട്രാവലറിലാണ് വന്നത്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ബസ്സാണ് കേട്ടോ കിട്ടിയത്. എനിക്കാണെങ്കിൽ ബസ്സിൽ തീരെ ഇഷ്ടമല്ല. ഇതിലാണെങ്കിൽ ഭയങ്കര ചൂടെടുക്കലും. പക്ഷെ അങ്ങോട്ട് പോണതിനേക്കാളും നല്ല വൈബായിരുന്നു കേട്ടോ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ. അതെന്തായാലും പറയാതിരിക്കാൻ വയ്യാട്ടോ. തിരിച്ച് നാടെത്തുമ്പോഴത്തേന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളൊരു പീടിയ കയറി എല്ലാവരും ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പെരേക്ക് പോയത്. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് കുടിച്ചു തുടങ്ങുമ്പോഴത്തേന് എൻ്റെ വായിന്ന് സ്ട്രോ എടുത്തിട്ട് മാറ്റലായിരുന്നു കേട്ടോ ഇബ്രുവിന് പണി. അങ്ങനെ ഇപ്പം എനിക്ക് തരാണ്ട് ഉമ്മച്ചി മാത്രം എടുത്ത് ഇങ്ങോട്ട് കുടിക്കണ്ടെന്നൊക്കെ അവന്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെരേക്ക് വിട്ടിട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.